ഒരാഴ്ചയായി കണ്ണൂർ അടയ്ക്കാത്തോട് മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന കടുവയെ പിടികൂടാനായില്ല. ഇന്നലെ പകൽ മുഴുവൻ റബ്ബർ തോട്ടത്തിലുണ്ടായിരുന്നിട്ടും കടുവയെ മയക്കുവെടി വെക്കാനായില്ല. പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, നാട്ടുകാരുടെ വലിയൊരു സഹായം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു വനപാലകർക്ക്. എന്നിട്ടും ഈ കാര്യത്തിലൊരു പുരോഗതി ഉണ്ടായില്ല. പിന്നെ ഉദ്യോഗസ്ഥരെയൊക്കെ തടഞ്ഞു വെക്കുന്ന അത്രയും രൂപത്തിലേക്ക് പ്രതിഷേധം പോയി. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വേണു, കഴിഞ്ഞ ഒരാഴ്ചയോളമായി കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട്, കരിയങ്കാപ്പ് മേഖലകളിൽ ഈ കടുവ നാട്ടിൽ കറങ്ങി നടക്കുകയാണ്. നാട്ടുകാർ തന്നെ, വനംവകുപ്പിന്റെ ക്യാമറയിലൊന്നും പതിഞ്ഞില്ല ദൃശ്യങ്ങളെന്നാണ് വനംവകുപ്പിന്റെ വാദം. നാട്ടുകാർ തന്നെ ദൃശ്യങ്ങൾ പകർത്തിയതോടുകൂടിയാണ് വനംവകുപ്പ് ഉണർന്നത്. അതിനുശേഷം പ്രദേശത്ത് തന്നെയുള്ള കരിയങ്കാപ്പിൽ തന്നെ ചിറക്കുഴിയിൽ ബാബു എന്നയാളുടെ റബ്ബർ തോട്ടത്തിൽ കടുവയെ കണ്ടെത്തുകയും അവിടെ കടുവയെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവർ പിടികൂടുക അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക, വലയിട്ട് പിടികൂടുകയോ മയക്കുവെടി വെക്കുകയോ എന്നതായിരുന്നു പരിഗണനയിലുള്ളത്. പക്ഷേ അത് അങ്ങനെ എവിടെയും എത്തിയില്ല. പിന്നീട് കടുവ തൊട്ടടുത്ത് തന്നെ ഒരു ചതുപ്പ് പ്രദേശത്തിലേക്ക് മാറി. പക്ഷേ പിടികൂടാമെന്ന ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. പിന്നീട് രാത്രിയോടുകൂടി കടുവ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി. അത് എവിടെയെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും നാട്ടുകാർ തന്നെ കരിയങ്കാപ്പിലെ മറ്റൊരു ഭാഗത്ത് കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, കടുവയെ എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, RRT സംഘം ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്, കടുവയെ നിരീക്ഷിക്കുന്നുണ്ട്. മയക്കുവെടി വെക്കണമോ അതല്ല വലയിട്ട് പിടികൂടണമോ എന്ന കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ എത്രയും വേഗം തന്നെ ആ സ്ഥലത്ത് നിന്ന് കടുവ ഇപ്പോൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ആ ഭാഗത്തേക്ക് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയറി പോയിട്ടുണ്ട്. ഒരു ഉയർന്ന മലയുടെ ഭാഗമാണ്, അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം ഇന്നെങ്കിലും ഉണ്ടാകണം, ഇന്നെങ്കിലും അത് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ മണിക്കൂറുകളോളം ഇന്നലെ രാത്രിയിൽ തടഞ്ഞു വെച്ചിരുന്നു. കാരണം ഈ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമെടുക്കുകയോ നടപ്പിലാക്കുകയോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നില്ല എന്നതായിരുന്നു അവരുടെ ഒരു പരാതി. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നീട് സമവായ ചർച്ചകളൊക്കെ ശേഷമാണ് പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. ഇന്ന് പക്ഷേ DFO ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് വളരെ വേഗത്തിൽ തന്നെ പിടികൂടാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും. മയക്കുവെടി വിദഗ്ധനെ അടക്കം അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഡോക്ടറെ അടക്കം, വെറ്റിനറി ഡോക്ടറെ അടക്കം സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ദൗത്യത്തിലേക്ക് കടന്നാൽ മതി. അതിനാവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കടുവയെ കണ്ടെത്തുക എന്നതായിരുന്നു ഒരു പ്രതിസന്ധിയായിരുന്നത്. അതിപ്പോൾ നീങ്ങിയിട്ടുണ്ട്. അല്പസമയം മുൻപ് കടുവയെ നാട്ടുകാർ തന്നെ കണ്ടെത്തുകയും ആ സ്ഥലത്തേക്ക് RRT സംഘം ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം ആ സ്ഥലത്തെത്തുകയും കടുവയെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വേഗത്തിൽ തന്നെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. പക്ഷേ നാട്ടുകാർ പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇനിയിപ്പോൾ ആ ദൗത്യത്തിലേക്ക് കടക്കണം, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഉള്ള കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇന്ന് തന്നെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.